പ്രഭാതവന്ദനങ്ങൾ. സത്യം, ട്രൂത്ത്. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണത് ട്രൂത്ത്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരും പോലും പറയുന്നൊരു വാക്കാണ് സത്യം ജയിക്കുമെന്ന്. ഈ ട്രൂത്തിന് തന്നെ മെനി ഫേസസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, ഈ സത്യമെന്ന് പറയുന്നത് ഒരു റിയാലിറ്റിക്കകത്ത് അപ്പുറമായിട്ട് നമ്മൾ ധരിച്ചു ചെയ്യും നമ്മുടെ കാഴ്ചപ്പാടുകളാണ് നമ്മൾ സത്യമായിട്ട് പറയുന്നത്. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യേശുവാണ് സത്യം. യോഹന്നാൻ 14:26 പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. നമ്മൾ പലപ്പോഴും പല സത്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മോറലായിട്ടുള്ള കുറേ സത്യങ്ങൾ, സ്പിരിച്വൽ ആയിട്ടുള്ള, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സത്യങ്ങൾ. നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും ധരിക്കുകയും അതൊക്കെ സത്യങ്ങളെന്ന് പറയുമ്പോഴും യേശു പറയുകയാണ്, ഞാനാണ് സത്യം. അത് നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവവചനത്തിലുള്ളത് അത് മാത്രമാണ്, അതിൻ്റെ വെളിപ്പാടുകളും അതിലുള്ളതും മാത്രമാണ് സത്യം. യോഹന്നാൻ 1:17 പറയുന്നു, കൃപയും സത്യവും യേശു മുഖാന്തരം വന്നു. അതായത് യേശുവാണ് സത്യം. നമുക്ക് എന്തറിയണമെങ്കിലും ദ അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് ഇൻ ദ ബൈബിൾ. ബൈബിളിൽ എഴുതിയിരിക്കുന്നതും ദൈവത്തിൻ്റെ വെളിപ്പാടുകളും മാത്രമാണ് സത്യം. അതാണ് സത്യം. ഈ സത്യം നിങ്ങളെയൊക്കെ വഴിതിരിച്ചു വിടുവാനായിട്ട്, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിനകത്തും ആ ഒരു പെർസ്പെക്റ്റീവിനകത്തും ഒതുങ്ങി നിൽക്കാതെ, നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്ന ചില വസ്തുതകൾക്കപ്പുറമായിട്ട് യഥാർത്ഥ സത്യം, ക്രിസ്തു എന്ന സത്യം അറിയുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു വചനമുണ്ട്, യോഹന്നാൻ 8:32, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്. യേശു എന്ന സത്യത്തെ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാവും. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു ഫ്രീഡത്തിലേക്ക്, ആ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ തക്കവണ്ണം, അബ്സല്യൂട്ട് ട്രൂത്തായ ക്രിസ്തുവിനെ അറിയുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവാനായിട്ട്, അങ്ങയെ അറിയുവാൻ, കൂടുതൽ അറിയുവാൻ, ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകളിൽ ഒത്തിരി ആഴത്തിൽ ഞങ്ങൾ ഇറങ്ങി ചെല്ലുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി. ഈ ലോകത്തിലെ ചില സത്യങ്ങൾ അറിയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് അങ്ങയെ അറിയുവാൻ തക്കവണ്ണം കർത്താവെ ഉള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് തരുന്നതിനായിട്ട് നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.